ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് നമുക്കിതാ പുതിയൊരു വ്ളോഗ് കാണാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. ഓക്കെ, റംബുട്ടാൻ പറിക്കാൻ പോവാ. ഇത് എല്ലാതൊന്നും ആയിട്ടില്ല കറക്റ്റ്, പക്ഷെ ചിലതൊക്കെ നല്ല റെഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് പറിക്കുകയാണ് കേട്ടോ. ഇനിയും ഇതിൽ വെച്ചാലേ ആരെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ടോ. ഫസ്റ്റ് വൺ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റും നല്ല ഫ്ലഷുള്ള സാധനം. എന്ത് സാധനമാണെങ്കിലും നമ്മളെ വീട്ടിലുണ്ടായിട്ട് അത് പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളതിനൊരു പ്രത്യേക രസമാണ് അല്ലേ. മഴ പെയ്ത ടൈമിൽ കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ്. പച്ചായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുറേ എണ്ണം കൊഴിഞ്ഞു പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഇങ്ങനെ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. രണ്ട് ചെറിയ മരങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിലിങ്ങനെ കുറച്ച് ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഒരു രസമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ വീടുകളിലൊക്കെ കാണാറുണ്ട് ഈ റംബൂട്ടാൻ. പണ്ടൊന്നും തീരെ കാണാത്തൊരു സംഭവമായിരുന്നല്ലോ. ഭയങ്കര റെയറായിട്ട് മാത്രം കിട്ടിയിരുന്നതായിരുന്നു. ഇവിടുത്തെ കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി അപ്പുറത്തൊരു മരം കൂടി ഉണ്ട്, അവിടെ പോയേക്കാം. നമ്മളിതാ പൊട്ടിക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത്. ഞാനെല്ലാം കൂടി ഒരുമിച്ച് പറിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ചിലതൊക്കെ ഇതാ നല്ല റെഡ് കളറായപ്പോൾ അത് കുറച്ചൊന്നും ഇതാ ഇപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കുകയാണ്. കുട്ടികൾ കുറേ ദിവസമായിട്ടാണ് കാത്തിക്കണ് നമുക്കിത് പൊട്ടിക്കണ്ടേന്ന് വെച്ചിട്ട്. കിയാനൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു വെച്ചതാണ്. ആൾ പച്ച കാണുമ്പോൾ തന്നെ ചിലതൊക്കെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് കളറായിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ. റംബുട്ടാൻ കാണാൻ നല്ല ഭംഗിയല്ലേ, പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുണ്ടായി നിൽക്കുന്നതും കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ്. അങ്ങനെ ഇതാ കുറച്ച് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതാ കുട്ടികൾ വന്നിട്ട് അവരെന്നെ പറിച്ചെടുത്തോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ നമ്മളെ ടീംസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൈഫ് യൂണിഫോമും കൂടി ചേഞ്ച് ചെയ്യാതെ ആളിതാ തുടങ്ങിയിട്ടുണ്ട്. ആ, ഞാൻ ഇതിലിട്. ഈശിട്. അതൊന്ന് വേണേ. എത്ര മതിയാ? ചോപ്പുണ്ടോ ഇവിടെ? നമുക്ക് അതിനെ കാട്ടി രസമല്ല റംബുട്ടാനെ തിന്നുണ്ട്. ഇതെന്തിനാ പച്ച പറിച്ചത്? നോക്കട്ടെ, കയ്യില് കയ്യിൽ നോക്കട്ടെ. ആ, റെഡ് പൊട്ടിച്ചോട്ടാ. റെഡ് മാത്രം പൊട്ടിക്കണേ. ആ, കളി.
ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും പറിക്കാൻ. കേശിക്കാനും കുറച്ച് ദിവസമായല്ലോ കാത്തിക്കണം, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ കുറേയൊക്കെ പച്ചയും മറ്റാൾ പറിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ കൂടെ. പിന്നെ ഇതാ കെൻസ് സ്കൂളിൽ നിന്നെത്തി, കെൻസും കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. കുട്ടികൾ നിർത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അവരെ കൊണ്ട് എങ്ങനെയൊക്കെയോ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാണ്. ഇനിയും ഉണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് റെഡായതൊക്കെ അവർ പറിക്കാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ റംബുട്ടാൻ പറിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അഗാരോൻ്റെ വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ ഇത്. ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാം. ചോപ്പിംഗ് ഒക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതാ 400 വാട്ട് മോട്ടറാണ് വരുന്നത്. ജസ്റ്റ് ഒരു പ്രസ്, അതായത് സിമ്പിളായിട്ടൊരു ടച്ച് കൊടുത്താൽ തന്നെ സംഭവം വർക്കാവും. ഇതാണ് ജാറ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ജാറാണ്. 500 ml കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ ട്വിൻ ബ്ലേഡ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ 4 ലീഫ് വരുന്ന ഒരു ട്വിൻ ബ്ലേഡാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല, നമുക്ക് ഒരു ഒറ്റ പ്രസ്സിൽ തന്നെ നന്നായിട്ട് തന്നെ ചോപ്പായി കിട്ടും. നല്ല തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വർക്കിങ്ങും ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മാനുവലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഉപ്പേരി റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അതാ ക്യാരറ്റൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. 100% പ്യുവർ കോപ്പർ മോട്ടറാണ് ഇതിന് വരുന്നത്. അങ്ങനെ ഇതാ ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര തിന്നായിട്ടല്ല കേട്ടോ ചെയ്ത്. നമുക്ക് തിന്നായിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ സവാള കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് മാത്രമല്ല, നമുക്ക് ചിക്കനും ബീഫും ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗാരോൻ്റെ ഈ ഒരു വെജിറ്റബിൾ ചോപ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ ഉപ്പേരി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക. നെക്സ്റ്റ് ഞാനിതാ ഒരു യാത്രാവിശേഷമാണ് കാണിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സ്, അതായത് നിഷ്കാക്കൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടിയിട്ടൊരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണാം കേട്ടോ. ഒരു സാറ്റർഡേ സൺഡേ പോയതാണ്. പോകുന്ന വഴിയിൽ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ച് അത് മിക്സ് ചെയ്യാണ്. എല്ലാവരും ഇതാ മാറി മാറി മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് റെഡി ആയി കിട്ടണില്ല കേട്ടോ. ചിക്കൻ പീസ് ഫുള്ള് താഴെയുണ്ട്, അതങ്ങോട്ട് മേലേക്ക് പൊന്തി വരണ്ടേ. ശരിയാക്കി തരാം. ഇവിടെ ഇരുന്നോ. ആ പൊതുവേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോകലില്ല കേട്ടോ. എവിടെയാണോ എത്തുന്നത് അവിടുന്ന് ഹോട്ടലിൽ കയറി കഴിക്കുക എന്നുള്ളതാണ്. നിഷ്കാക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല ഫുഡൊക്കെ കൊണ്ടുപോയി അത് പ്ലേറ്റ് എടുത്ത് ഗ്ലാസ് എടുത്ത് വഴിയിൽ കുട്ടികളായിട്ട് കഴിക്കുക എന്നുള്ളത്. അതൊരു ഇടങ്ങേറാന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പ്ലാൻഡ് ട്രിപ്പ് ആയിരുന്നില്ല. നമ്മളെല്ലാവരും കൂടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടാന്നുള്ളൊരു പ്ലാനായിരുന്നു.
പിന്നെ മഴ ആയതുകൊണ്ട് എങ്ങോട്ടും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ മഴയൊന്നും കാണാതെ ഇരുന്നപ്പോൾ നമുക്കെന്നാ ഒരു ട്രിപ്പ് ആക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബിരിയാണിയൊക്കെ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബിരിയാണി ചെമ്പ് എടുത്തിട്ടാണ് വന്നത്. പാക്കിങ്ങും എല്ലാതും രാവിലെ ആയിരുന്നു കേട്ടോ. രാവിലെ ഹറി ബറി പാക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 2 മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത്. വഴിയിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇപ്പോൾ ഇതാ കക്കാടംപൊയിലുള്ള സത്വ റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവാണ് ഇങ്ങോട്ടേക്കുള്ളത്. അങ്ങനെ ഇതാ ഇവിടെ എത്തി. ഇനി ഒരു കാറും കൂടി എത്താനുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. Watermelon juice. क्या ना ഇതാണ് നമ്മളെ റൂം. 5 ഫാമിലീസാണ് കേട്ടോ നമ്മൾ ടോട്ടലുള്ളത്. അപ്പോൾ 3 ഫാമിലി ഇവിടെയും പിന്നെ ബാക്കിയുള്ളവർ താഴെയാണ് റൂമുള്ളത്. നെക്സ്റ്റ് ഇതാ റൂം ടൂർ. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. പിന്നെ സൈഡിലായിട്ട് ഇതാ ഒരു ടേബിൾ, കബോർഡ്, പിന്നെ ഇവിടെ കോഫി ടീ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ബാത്റൂം. ഇനി നേരെ ബാൽക്കണിയിലേക്ക്. വലിയൊരു ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞി പോണ്ടും ഉണ്ട്, പിന്നെ അപ്പുറത്ത് പൂളും ഉണ്ട്. കുട്ടികൾക്ക് മെയിനായിട്ട് പൂളാണ് കേട്ടോ. നേരെ വന്ന പാടെ നമ്മളൊക്കെ പൂൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി പിന്നെ ഇതാ നേരെ കുട്ടികളെല്ലാവരും പൂളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും പൂളിൽ നിന്ന് കയറി. പിന്നെ ഫ്രഷ് ആയതിനു ശേഷം നമ്മളിതാ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ്. നല്ല മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞ ദിവസങ്ങളാണ് കേട്ടോ ഇത്. എന്തായാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയാക്കാൻ പറ്റി. ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല ഒരു രസമുള്ള വെതറാണ്. കുട്ടികളൊക്കെ നമ്മളെ പുതിയ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ കഥ പറച്ചില്ലാണ് കേട്ടോ. എല്ലാവരും കൂടി നല്ല രസമുള്ള കുറച്ച് ടൈമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയലായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോയി. രാവിലെ ഏതായാലും കുറേ ടൈമൊന്നും കിടന്ന് ഉറങ്ങാൻ വയ്യല്ലോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞു പോകും. അപ്പോൾ അത് കഴിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകണം. അങ്ങനെ ഇതാ കുട്ടികളെയും എല്ലാവരെയും റെഡിയാക്കി നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ എല്ലാവരും പൂളിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടികൾ മാത്രമായിരുന്നു ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പൂളിലൊക്കെ എൻജോയ് ചെയ്ത്
പിന്നെ നമ്മൾ റെഡിയായി പോകാനായിട്ട് ഇറങ്ങുകയാണ്. ചെക്കൗട്ട് 2 മണിക്കാണ് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങി. പിന്നെ ഇവിടെ ഫോട്ടോ സെഷനാണ്. കുട്ടികളെയും എല്ലാവരെയും സെറ്റാക്കി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്നാലും നമ്മളതൊക്കെ എടുത്ത് അങ്ങനെ ഇതാ ഇനി ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. നല്ലൊരു രസമുള്ള വെതറായിരുന്നു. ഭയങ്കര മഴയില്ല, പക്ഷെ ചെറിയൊരു മഴയും പിന്നെ തണുപ്പും ചെറുതായിട്ട് കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ 5 ഫാമിലീസാണുള്ളത്. 5 കാറിലായിട്ടാണ് വന്നത്. പോകുന്ന ടൈമിൽ പിന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് നമ്മൾ റിസോർട്ടിലുള്ള ടൈമിൽ അധികം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ മഴയാണെങ്കിൽ ആകെ ഒരു ജാതിയാണല്ലോ. രാത്രിയിൽ നമ്മൾ പുറത്തിരിക്കലും പിന്നെ അവിടെ ഇങ്ങനെ നടക്കലും അതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാ കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് അരീക്കോട് മമതയിൽ. എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളെ നാട്ടിലെത്തി. നേരെ വന്നിട്ടുള്ളത് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. നമ്മൾ ആക്ച്വലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടാന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീടാണ് ഇത്. ഇവിടെ ഇവർ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ പുഡിങ് കഴിക്കാതെ പോണത് മോശമല്ലേ. അങ്ങനെ ഞങ്ങളിതാ നേരെ ഇവിടെ വന്ന് പുഡിങ്ങൊക്കെ കഴിച്ച് നമ്മളെ എല്ലാവരും പിരിയാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇതാ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട്. കുട്ടികളെല്ലാവരും അതിൻ്റെ പിന്നാലെയാണ് കേട്ടോ. കിയാനൊക്കെ ഫുൾ അതിനെ തൊട്ടിട്ട് നടക്കുന്നു. പിന്നെ കൈഫിനാണെങ്കിൽ നമുക്ക് പുതിയ പൂച്ചനെ വാങ്ങിയാലോ എന്നൊക്കെ ഉള്ളതായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ബൈ.